പിന്നെ നമുക്കറിയാം അദ്ദേഹം അടിച്ചു തുടങ്ങുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഫീൽഡർമാരേ ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹം ഔട്ടായപ്പോൾ ഒരു 50 ഫീൽഡർമാരെങ്കിലും ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. യശസ്വി ജയ്സ്വാളിന് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷമുള്ള ബാറ്റർമാർ, അതായത് ആറിന്റെ ഈ അവസാന 40 പന്തുകളിൽ അവർക്ക് വെറും 50 റൺസോ മറ്റോ ആണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സ്കോറിംഗ് റേറ്റ് അതായത് ആദ്യ പവർ പ്ലേയിൽ 13 സംതിങ് ആയിരുന്നു റൺ റേറ്റ്. പിന്നീട് വരുന്ന 7-15 വരുമ്പോൾ അത് 14 ഉയരുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ധ്രുവ് ജുറയിലും റയാൻ പരാഗും ചേർന്നൊരു കൂട്ടുകെട്ടാണ്. പക്ഷെ അവസാനം അതിനുശേഷം വന്ന ഓവറിലേക്ക് വരുമ്പോൾ റൺ റേറ്റ് 7 താഴുന്നുണ്ട്. അതെ 40 പന്തിൽ അവസാനം 50 റണ്ണോ അങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത്. അവിടെ ഈ രാജസ്ഥാൻ ശരിക്കും ഒരു 280 റൺസ് വെറുതെ കളയുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ മറ്റേ പടിദാറിനെ പറ്റി പറയുന്ന പോലെ ക്യാപ്റ്റൻ ഇന്നിങ്സ് ആയിരുന്നു നമുക്ക് ആവശ്യമായിട്ട് വന്നിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ബൗണ്ടറിയുടെ വലിപ്പം കൂടുതൽ കൂടി കുറച്ച് വിക്കറ്റുകൾ പോകാൻ കാരണം 81 മീറ്ററോളം അടിക്കുന്ന സിക്സുകളാണ് വലിയ ഹ്യൂജ് സിക്സുകളായിട്ട് മാറുന്നത്. അതേസമയം ലോങ് ഓണിൽ അടക്കമുള്ള പല ക്യാച്ചുകളും എടുക്കുകയാണെങ്കിൽ ആ ബൗണ്ടറിയുടെ വലിപ്പം കൂടുതൽ കൊണ്ടുകൂടി ഇന്ന് രാജസ്ഥാന് കുറച്ച് വിക്കറ്റുകളും കുറഞ്ഞ പക്ഷേ 3 വിക്കറ്റുകളെങ്കിലും നഷ്ടമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ലൈനാണ് മറ്റേ കമ്മിൻസിനെയൊക്കെ വൈഭവ് സൂര്യവംശി തുടക്കം തന്നെ അടിക്കുന്നത് ശരിയാണ്, സംഭവം ശരിയാണ്. പക്ഷേ ചില ഷോട്ടുകൾ മിസ് ഷോട്ടുകളെങ്കിലും ക്യാച്ചുകളായി മാറിയതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ബൗണ്ടറിയുടെ വലിപ്പം കൂടുതലായിരിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ 65-60 മീറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 6 ആവുന്നത്.